ISL അഥവാ ഇന്ത്യൻ സൂപ്പർ ലീഗുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഒരു തരത്തിൽ അവസാനിച്ചു എന്ന് ഓർത്തിരിക്കുന്ന സമയത്താണ് പലതരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ തന്നെ ടോപ്പ് ടയർ ലീഗ് അല്ലെങ്കിൽ ഫുട്ബോൾ ലീഗാണ് ISL എന്ന് പറയുന്നത്. ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വളരെയധികം ഫോളോവേഴ്സുള്ള ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ഒരുപാടധികം ആരാധകരെ മാത്രമല്ല, താരങ്ങളെയൊക്കെ തന്നെ വളർത്തിയെടുക്കുവാനായിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിന് കഴിഞ്ഞു പോയിട്ടുള്ള ഒരു 10-11 വർഷത്തിനുള്ളിൽ സാധിച്ചിട്ടുണ്ട് എന്ന് എടുത്ത് പറയേണ്ടതാണ്. ISL 2014 ആരംഭിച്ചെങ്കിലും 2010 എഴുതിയ MRA കോൺട്രാക്റ്റിൻ്റെ ബേസിസിലായിരുന്നു ഇത്രയും നാളും ISL ഓടിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു കോൺട്രാക്റ്റ് അവസാനിക്കുന്ന സാഹചര്യത്തെ ചൊല്ലിയാണ് ഇത്രയും നാളും ISLൻ്റെ ഭാവി എന്താവുമെന്ന തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു തലത്തിൽ പല ലെവലിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായെന്നാണ്. പല ക്ലബ്ബുകളും ട്രാൻസ്ഫർ ഹോൾഡ് ചെയ്യുന്നു, AIFFുമായി ലെറ്റർ അയക്കുന്നു, AIFF അതിന് റിപ്ലൈ കൊടുക്കുന്നു. അങ്ങനെ ഏറ്റവും അവസാനം സുപ്രീം കോർട്ടിൻ്റെ ഹിയറിങ്ങിൽ സുപ്രീം കോർട്ട് ആവശ്യപ്പെട്ടത് പ്രകാരം നടത്തിയിട്ടുണ്ടായിരുന്ന FSDLും AIFFും, അതായത് ISLൻ്റെ ഓണേഴ്സായിട്ടുള്ള ഇവർ രണ്ടുപേരും തമ്മിൽ നടത്തിയിട്ടുണ്ടായിരുന്ന MRA കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ചർച്ചയിൽ പുറത്ത് വന്നിട്ടുണ്ടായിരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു FSDL പിന്മാറുന്നു എന്ന തരത്തിലുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ അധികാരത്തിൽ, അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഭാവി അല്ലെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് തുടങ്ങിയത് തന്നെ FSDLൻ്റെ ഒരു പിന്തുണയോടെ കൂടി തന്നെയായിരുന്നു. അതായത് ഈ FSDL ആയിരുന്നു ഇത്രയും നാളും ISL കൃത്യമായിട്ട് നടത്തി പോന്നിട്ടുണ്ടായിരുന്നത്. അതിന് വർഷാവർഷം 50 കോടിയോളം രൂപ FSDL ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഈ ഒരു AIFFന് നൽകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇത്രയും നാളും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഇത്രയും നാളും വളരെയധികം കൃത്യമായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു സൂപ്പർ ലീഗ് അല്ലെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ആയിരുന്നു നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നത്. FSDL അത് വളരെ മികച്ച രീതിയിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോന്നിട്ടുണ്ടായിരുന്നതാണ്. എങ്കിൽ പോലും ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ നടത്തിയ FSDLന് അത്ര കണ്ടുള്ള ലാഭ കൊയ്ച്ചയൊന്നും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്ന് നേടിയെടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ അവർ ഈ ഒരു വരുവാനായിട്ട് പോകുന്ന കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ, അതായത് MRA കോൺട്രാക്റ്റിൻ്റെ എക്സ്റ്റൻഷനുമായി ബന്ധപ്പെട്ട് അവർ ഒരുപാട് നിബന്ധനകൾ വെക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. അത് പലതും AIFFന് അംഗീകരിക്കാൻ സാധിക്കാത്ത വരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഭാവി എന്താവുമെന്ന തരത്തിൽ ഒരുപാട് സംശയങ്ങളായി നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു കഴിഞ്ഞിട്ടുണ്ടായിരുന്ന മീറ്റിങ്ങിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം FSDL ഈ ഒരു ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ അധികാരത്തിൽ നിന്ന് പിന്മാറിയ തരത്തിലുള്ള വാർത്തകളാണ് പ്രസിദ്ധ സ്പോർട്സ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള മാർക്കസ് മൃഗലാവൂർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ബാക്കിയുള്ള ഏതാണ്ട് 12.5 CR-ഓളം, അതായത് 12.5 കോടിയോളം രൂപ FSDL AIFFന് നൽകുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അതും കൂടി നൽകി ഈ ഒരു അധികാരത്തിൽ നിന്ന്, അതായത് ISLൻ്റെ ഓണർഷിപ്പ് റൈറ്റ്സിൽ നിന്ന് മാറുവാനാണ് FSDL തീരുമാനിക്കുക എന്നാണ് അറിയാണ്ട് സാധിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ പോലും FSDL പൂർണ്ണമായിട്ടും ഇന്ത്യൻ ഫുട്ബോളിൽ നിന്ന് മാറത്തില്ല എന്നും അറിയാണ്ട് സാധിക്കുന്നുണ്ട്. കാരണം ഇന്ത്യയിലെ ഫുട്ബോളിൽ വലിയൊരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുവാനായിട്ട് FSDLന് ഈ കഴിഞ്ഞു പോയിട്ടുള്ള കാലങ്ങളിൽ സാധിച്ചിട്ടുണ്ട്. ഇനി ISLൽ നിന്ന് FSDL മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പകരമായിട്ട് ആരായിരിക്കും ഇനി FSDLന് പകരക്കാരായിട്ട് ഇനി ആരായിരിക്കും ISL നടത്തുക എന്നൊരു സംശയം എല്ലാവർക്കും ഉള്ളതാണ്. സോ ആ ഒരു സംശയത്തിനും മാർക്കസ് മൃഗലാവൂർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നതാണ്. അദ്ദേഹം പറയുന്നത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ISLൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ടുള്ള AIFF, അതായത് ഓണർഷിപ്പുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ടെൻഡർ ഈ ഒരു ഒക്ടോബർ 15-നുള്ളിൽ നടക്കുകയും അതിൻ്റെ ഒരു ഫൈനലൈസ്ഡ് തീരുമാനം, അതായത് ആർക്കാണോ ടെൻഡർ കൊടുക്കുന്നത് ആ ഒരു കമ്പനി ആയിരിക്കും ഇനി ഇന്ത്യൻ സൂപ്പർ ലീഗ് നടത്തുക. സോ ആ ഒരു ലെവലിൽ ഒക്ടോബർ 15-നുള്ളിൽ തന്നെ ഒരു തീരുമാനം എടുക്കുമെന്നാണ് അറിയുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ പോലും ഡിസംബറിൽ ആരംഭിക്കുമെന്നാണ് നമുക്ക് നിലവിൽ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട്. സോ അതിന് മുമ്പ് സൂപ്പർ കപ്പ് നടത്തണം. ISLൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷനും ലഭിച്ചിട്ടില്ല. സോ പല ക്ലബ്ബുകളും സൂപ്പർ കപ്പിൽ നിന്ന് വീണ്ടും മാറി നിൽക്കുവാനുള്ള സാധ്യതകളുമുണ്ട്. കാരണം എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഡൂറൻ കപ്പിൽ നിന്ന് പല ടീമുകളും ISLൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ടൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ ലഭിക്കാത്ത സാഹചര്യത്തിൽ മാറി നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ISLുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇതുവരെ ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. ഡിസംബറിൽ നടക്കുമെന്നൊരു അഭിയോഗം മാത്രമാണ് കേൾക്കുന്നത്. ഒരുപക്ഷെ ഈ കൊല്ലം നടക്കാതെ വരാനുള്ള സിറ്റുവേഷനും കാണുമായിരിക്കും. കാരണം പുതിയൊരു ടെൻഡർ വിളിക്കണം,
പുതിയ ഓണർഷിപ്പുകാരെ കണ്ടുപിടിക്കണം. അവരുടെ കീഴിൽ അവരുടെ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ച് ISL വീണ്ടും നടത്തണം. ഒരുപക്ഷെ ISLൻ്റെ പേര് തന്നെ മാറുവാനുള്ള സാധ്യതകളുമുണ്ട്. സോ ഈ ഒരു സാഹചര്യത്തിൽ എന്താവും ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഭാവി എന്നും കണ്ടു തന്നെ അറിയേണ്ടതാണ്. സോ ഉടൻ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗുമായി ബന്ധപ്പെട്ട് പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റുകൾ ആരാധകരിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.